ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയത്തെ AVG നെക്സ ഷോറൂമിലാണ്. അപ്പോൾ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് മോഡലാണ്. അപ്പോൾ ബേസ് മോഡലാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത്രയധികം ഫീച്ചേഴ്സാണ് സുസുക്കി ഈ ഒരു വാഹനത്തിനകത്ത് കുത്തി നിറച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട് എന്നൊന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് 12,87,000 രൂപയാണ്. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി. അപ്പം പെട്ടെന്ന് നോട്ടത്തിൽ നമുക്കിതൊരു ബേസ് മോഡലാണെന്ന് നമുക്ക് എവിടെയും തോന്നില്ല, അത്രയധികം ഫീച്ചേഴ്സ് കമ്പനി കൊടുത്തിട്ടുണ്ട്. നമുക്ക് DRL ഈ ഒരു DRL നമുക്ക് ബേസ് മോഡൽ തൊട്ട് അവൈലബിൾ ആണ്. ഒരു LED DRL കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വന്നിട്ടുണ്ട്, പക്ഷേ ഹാലജൻ ആണ്, ബട്ട് സ്റ്റിൽ അത് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഗ്രില്ലുകളെ കുറിച്ച് പറയാം. ക്രോമിയം ഒരു ഫിനിഷിലുള്ള ഒരു ക്രോം ഫിനിഷ്, അതേപോലെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഗ്രില്ലുകളാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. അത് ടോപ്പ് വേരിയൻ്റ് ആയാലും എല്ലാം സെയിം ഗ്രില്ലുകളാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പം ഇതൊരിക്കലും ഒരു ബേസ് മോഡലാണെന്ന് ഫീൽ ചെയ്യില്ല. പിന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്കിഡ് പ്ലേറ്റ് വണ്ടിയുടെ ആ ഒരു SUV ഫീല് കിട്ടാനായിട്ട് വണ്ടിയിൽ ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്രയും ഭംഗിയായിട്ട് തന്നെയാണ് ഫ്രണ്ട് ഭാഗം കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ഒരു മൈൽഡ് ഹൈബ്രിഡ് എഞ്ചിൻ കൂടെയാണ്. അത്യാവശ്യം നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു എഞ്ചിനാണ്. ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ്. 1.5 ലിറ്റർ എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്ന് നമുക്ക് പറയാനുള്ളത്. ഇനി വശങ്ങളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ടയറുകളെ കുറിച്ച് പറയാം. അലോയ് വീല് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ അല്ല, പക്ഷേ 17 ഇഞ്ച് ടയറുകൾ ബേസ് മോഡൽ തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബേസ് മോഡലും ടോപ്പ് വേരിയൻറ്റ് വരെ എല്ലാ വാഹനങ്ങളിലും ആ ഒരു 17 ഇഞ്ച് ടയറുകൾ തന്നെയാണ്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു, കാരണം പല കമ്പനികളും ബേസ് മോഡൽ വരുമ്പോഴത്തേക്കും ചെറിയ ടയറുകളാണ് കൊടുക്കാറുള്ളത്. സോ പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു ക്ലാഡിങ് ഒരു SUV സ്റ്റാൻസ് കൊടുക്കാനും ആ SUV ഫീല് കിട്ടാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വാഹനത്തിനെ. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ്, നമുക്ക് മിറേഴ്സിലാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നത്. ബേസ് മോഡലിനകത്ത് സാധാരണ എല്ലാ കമ്പനികളും ഫെൻട്രലായിരിക്കും കൊടുത്തിരിക്കുക, പക്ഷേ എങ്കിൽ ഇതിനകത്ത് നമുക്ക് ബേസ് മോഡൽ തൊട്ട് ഈ ഒരു ഇൻഡിക്കേറ്റർ മിററിൽ നൽകിയിരിക്കുന്നു. പിന്നെ ഈ മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സാണ് കമ്പനി നൽകിയിരിക്കുന്നത്. പിന്നെ ഡോർ ഹാൻഡിൽസ് ഒരു ബോഡി കളേർഡ് ആയിട്ട് തന്നെയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. പിന്നെ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കീ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ റൂഫ് റെയിലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ബേസ് മോഡലിനകത്ത് നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ പുറകിലേക്ക് വരുമ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ബ്രഷ്ഡ് അലുമിനിയം ഒരു ഒരു എലമെൻറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. അതും വളരെ ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് വാഹനത്തിൻ്റെ വശങ്ങളിൽ നിന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഉണ്ടെന്ന് കൂടെ നോക്കാം. ബാക്കിൽ നമുക്ക് ആദ്യം തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. ബേസ് മോഡലോട്ട് ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിട്ടുണ്ട്. അതേപോലെ ഡിഫോഗർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പർ ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ പറയേണ്ടത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ് ഇതിൻ്റെ ബാക്കിലെ ഈ ഒരു കണക്റ്റഡ് ടെയിൽ ലാംപ്സ്. ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ടെയിൽ ലാംപ്സ് ആണ്. പല കമ്പനികളും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി ചെയ്തതൊക്കെ ആണെങ്കിലും ഒരു ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലൈറ്റ് ഒരു ഫങ്ഷണൽ ആയിരിക്കില്ല, പെട്ടെന്ന് നമുക്ക് ലൈറ്റ് പോലെ തോന്നുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് ഫങ്ഷണലായിട്ട് ഇത് കത്തുന്ന ലൈറ്റുകളാണ്. സോ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. പിന്നെ നമുക്ക് റിവേഴ്സ് സെൻസർ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. അതുപോലെ സ്കിഡ് പ്ലേറ്റും ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. ആകെ മൊത്തത്തിൽ വണ്ടി കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ കൂടെ കൊടുക്കാമായിരുന്നു, പക്ഷേ ബേസ് മോഡലല്ലേ അവരത് കൊടുത്തിട്ടില്ല. പക്ഷേ റിവേഴ്സ് ക്യാമറ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടില്ല. നമുക്ക് ആക്സറി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബൂട്ടും കൂടെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, 373 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഒരു സ്പ്ലിറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ ഇത് ഒരുപാട് താഴേക്ക് അല്ലാത്തത് കൊണ്ട് നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വെക്കാനും എടുക്കാനും പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കാനും ഒക്കെ നമുക്ക് പറ്റും. സോ നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്ക് 17 ഇഞ്ച് വീലുകളാണ് നമുക്ക് സ്പെയർ വീൽസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ആ ഒരു കാര്യത്തിലും കമ്പനി പിശുക്കോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടില്ല, വളരെ നല്ലൊരു കാര്യം. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കവർ കാര്യങ്ങളൊക്കെ നമുക്ക് തൂക്കിയിടാൻ, മീൻ വാങ്ങാനൊക്കെ പോകുമ്പോൾ തൂക്കിയിടാനുള്ള ചെറിയ സ്പേസ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, ഇതാണ് നമ്മുടെ കീ വരുന്നത്. കീലെസ് സെൻറ്റർ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ബേസ് മോഡലാണെന്ന് ഓർക്കണം കേട്ടോ. എവിടെയും താക്കോൽ ഇടുകയോ തുറക്കുകയോ ഞെക്കുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ വണ്ടി ഓപ്പൺ ആകും. ഈ സാധനം കയ്യിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം
ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ ഡോർ പാഡിനെ കുറിച്ച് പറയാം. ഒരു ബ്രൗൺ ഫിനിഷിലാണ്, ഒരു ബ്രൗൺ ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൻ്റെ ഡോർ പാഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോ ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, നമ്മുടെ മിറർ കാര്യങ്ങളെല്ലാം ഫോൾഡ് ചെയ്യാൻ പറ്റും, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇവിടെ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഒരു പീസ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. പിന്നെ ബേസ് മോഡലിലൊക്കെ ഈ ഒരു ക്രോം ഫിനിഷ് കൊടുക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പല കമ്പനികളും അവിടെ എല്ലാം ഒരു ബ്ലാക്ക് കളർ ട്രീറ്റ്മെന്റ് ആയിരിക്കും കൊടുക്കുക. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും ഒരു 2 സ്പീക്കേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ പറയാം, നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇലക്ട്രിക്കലി അല്ല, മാനുവലി തന്നെ നമ്മൾ ഇത് ഹൈറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാം, മുന്നേ ഞാൻ പറഞ്ഞല്ലോ കീലെസ് എൻട്രി ഉണ്ടെന്ന്. സോ നമുക്ക് ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ടും നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ചുറ്റുമായിട്ട് ഒരു ക്രോം ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ലൈറ്റിൻ്റെ ഹൈറ്റ് കൂട്ടാനും ഒക്കെ ഉള്ള സ്വിച്ച് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഇവിടെ കുറച്ച് ഡമ്മി സ്വിച്ചസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. AC വെന്റ് കാര്യങ്ങളെല്ലാം ഒരു ബ്ലാക്ക് കളർ ട്രീറ്റ്മെൻറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ അകത്ത് വന്നിട്ട് നോക്കാം എന്തൊക്കെ ഫീച്ചേഴ്സ് കൂടെ ഉണ്ടെന്ന്. സ്റ്റിയറിംഗ് ഒന്ന് നോക്കാം. സ്റ്റിയറിംഗ് ഇത് റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്, ഒരു ഫ്ലാറ്റ് ബോട്ടം ഒന്നുമല്ല. സോ എനിക്ക് കുറച്ചും കൂടെ ഈ ഒരു സ്റ്റിയറിങ്ങിനോടാണ് താല്പര്യം. പിന്നെ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസ് നൽകിയിട്ടുണ്ട്. ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ കാര്യങ്ങളെല്ലാം സ്റ്റിയറിംഗിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ബേസ് മോഡൽ ആണെങ്കിൽ പോലും ടിൽറ്റും ടെലിസ്കോപ്പിക് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് വീലുകൾ ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിരിക്കുന്നു. അതും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് കിട്ടുന്നത് ഒരു ഡിജിറ്റൽ ആൻഡ് ഒരു അനലോഗ് ആയിട്ട് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ലഭിക്കുന്നത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമോ കാര്യമോ ഒന്നും നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ അല്ല. അത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് ആക്സറി ആയിട്ട് വെക്കാനുള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹസാർഡ് സ്വിച്ച് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റൗണ്ട് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഇതിൻ്റെ ബേസ് മോഡൽ തൊട്ടുള്ള എല്ലാ വാഹനങ്ങളിലും വരുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ട്രാക്ഷൻ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള സ്വിച്ചസ് കാര്യങ്ങളെല്ലാം ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്വിച്ചിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഒരു 12 വോട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു Type C ചാർജിങ് നമുക്ക് കൊടുത്തിട്ടില്ല, അതൊരു ചെറിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെയായിട്ട് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് 2-3 ഫോണൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഗിയർ നോബിൻ്റെ ഡിസൈൻ നമ്മൾ ഇതുവരെയുള്ള എല്ലാ സുസുക്കിയുടെ വാഹനങ്ങളും കണ്ടിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ്, ഒരു മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത വേരിയന്റിലേക്ക് വരുമ്പോൾ ഒരു ഗ്ലോസി ഫിനിഷ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, നമ്മുടെ കീ ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് സെൻട്രൽ കൺസോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റിൻ്റെ അകത്ത് അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അഡ്ജസ്റ്റബിൾ ഒന്നുമല്ല, പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല യൂസബിൾ ആയിട്ടുള്ളൊരു ഹാൻഡ് റെസ്റ്റ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. സൺഷെയ്ഡിനകത്ത് നമുക്ക് 2 സൺഷെയ്ഡിനകത്തും ഇവിടെ മിറേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് മുഖം നോക്കാനൊക്കെയുള്ള മിറർ കാര്യങ്ങൾ 2 സൺഷെയ്ഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ലൈറ്റ് 2 ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മിറർ നമുക്ക് റിയർ മിറർ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, ഓട്ടോമാറ്റിക് ഒന്നും അല്ല, മാനുവലി നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ആ രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിലും അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബ്രൗൺ, അതേപോലെ അലുമിനിയം ബ്രഷ്ഡ് ബ്ലാക്ക് ഒരു തീമിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു പോർഷന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സീറ്റുകളെ കുറിച്ച് പറയാം. സീറ്റുകൾ അത്യാവശ്യം നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. സീറ്റുകളുടെ ഫാബ്രിക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഒരുപാട് വലിപ്പമുള്ള സീറ്റുകളൊന്നുമല്ല, എങ്കിലും ഓക്കെ അത്യാവശ്യം നല്ല സീറ്റുകളാണ്. പിന്നെ നല്ല ബോൾസ്റ്റർ സപ്പോർട്ട് നന്നായിട്ടുണ്ട്. അതേപോലെ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, തൈ സപ്പോർട്ട് എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ സീറ്റുകൾ നമുക്ക് ഈ സീറ്റ് ബെൽറ്റുകൾ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ആവശ്യത്തിന്. സോ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് റോ എല്ലാം കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. പുറകിൽ നമുക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഇടയുണ്ട്. ഫസ്റ്റ് നമുക്കൊരു 3 പേർക്ക് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു സെൻറ്റർ ടണൽ വരുന്നുണ്ട്. ചെറിയൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ അതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. കാരണം എനിക്ക് 6.2 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. ഞാൻ എൻ്റെ കംഫർട്ടിനാണ് ഫ്രണ്ടിലെ സീറ്റുകൾ ഇട്ടിരിക്കുന്നത്. സോ എന്നിട്ടും എനിക്കിവിടെ അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് കാലകത്തേക്ക് കയറ്റി വെക്കുകയും ചെയ്യാം. അത്യാവശ്യം തൈ സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫയൽ വെക്കാനായിട്ടുള്ളൊരു പോക്കറ്റ് ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. പിന്നെ ബാക്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റിയർ AC കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. പിന്നെ ഈ താഴ് ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നു. പിന്നെ ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഇവിടെ റീഡിംഗ് ലാമ്പുകൾ 2 വശങ്ങളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ കുഴപ്പമില്ല, നമുക്ക് ബുക്കൊക്കെ വായിക്കാൻ കുറച്ചും കൂടെ അതായിരിക്കും ഈസി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് ഹെഡ് റെസ്റ്റ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഹാൻഡ് റെസ്റ്റും വരുന്നുണ്ട്.
ഇപ്പം എനിക്കിത് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല, കാരണം അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അത്യാവശ്യം നമുക്ക് ബാക്കിൽ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബാക്കിലെ റോ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് മോഡലിനകത്ത് ഫീച്ചേഴ്സ്. അത്യാവശ്യം ബേസ് മോഡലാണെന്ന് നമുക്ക് തോന്നുന്നു. ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ആവശ്യമുണ്ട്, ഒരു റിവേഴ്സ് ക്യാമറയും വെക്കണം, പിന്നെ 2 അലോയ്സ്, ഇതിൻ്റെയും കൂടെ ആവശ്യമുള്ളൂ. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഒരിക്കലും ഒരാളും പറയില്ല ബേസ് മോഡലാണെന്ന്, കാരണം അത്രയധികം ഫീച്ചേഴ്സ് കമ്പനി കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.